+2 അക്കൗണ്ടൻസിയിലെ പാർട്ട്ണർഷിപ്പിലെ രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ എല്ലാ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുകയും നിങ്ങളുടെ എല്ലാ വർഷങ്ങളിലുള്ള ഫൈനൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിലും മോഡൽ എക്സാമിലും ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ. സോ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാം. കൂടുതൽ അറിയാൻ എഡ്യൂപോഡ് +2 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയും നമ്മുടെ ചാനൽ ലിങ്കും ഷെയർ ചെയ്യുക. സോ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടാകും അല്ലേ? ഒരാളല്ല, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഓണേഴ്സ്, ബിസിനസ്സിൻ്റെ ഉടമസ്ഥരുണ്ടാകും. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിലേക്ക് ഓണർ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ക്യാപിറ്റൽ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റലിൽ നിന്നും ഓണർ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, തിരിച്ച് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് വിഡ്രോയിങ്സ് എന്ന് പറയുക. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ ഒരുപാട് ഓണേഴ്സ് ഉണ്ടാകും. ഈ പല ഓണേഴ്സ് ബിസിനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും, അവർ പിൻവലിക്കും. അതുപോലെ തന്നെ ഈ ഓണേഴ്സിന് സാലറി കിട്ടും, കമ്മീഷൻ കിട്ടും. അതേപോലെ തന്നെ ഇവരുടെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന് മുകളിൽ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പാർട്ട്ണർ പൈസ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഇൻട്രസ്റ്റ് വരും. സോ അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, അങ്ങനെ തുടങ്ങി നിരവധി ഓണേഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസുകൾ ഉണ്ടാകും. ഈ ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അക്കൗണ്ട് ഉള്ളത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രൊഫോം, അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് സൈഡ് ഉണ്ടാകും. ഒന്നെന്താണ് ഡെബിറ്റ് സൈഡ്, മറ്റൊന്ന് ക്രെഡിറ്റ് സൈഡ്. സോ ഈ രണ്ട് സൈഡിൻ്റെ വ്യത്യാസം മാത്രം അറിഞ്ഞാൽ നിങ്ങൾ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഈ ഡെബിറ്റ് സൈഡിൽ ഓണറുടെ ക്യാപിറ്റലിൽ നിന്നും എന്തെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ അത് മാത്രം റെക്കോർഡ് ചെയ്യാനാണ് ഡെബിറ്റ് സൈഡുള്ളത്. ഓണറുടെ ക്യാപിറ്റലിലേക്ക് അഡീഷൻസ്, ഇൻക്രിമെൻറ്റ് അഥവാ കൂടുന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ബാലൻസ് കൂടുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ ഇടണം. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു ഓണർ ബിസിനസ്സിലേക്ക് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നു, അഥവാ ക്യാപിറ്റലായിട്ട് ഒരു 10,000 റുപ്പീസ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. സോ അതെവിടെ റെക്കോർഡ് ചെയ്യണം, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് കൊണ്ടുവന്ന പൈസയാണ്. ഇനി കഴിഞ്ഞ വർഷം ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പൈസ, അതവിടെ ബാലൻസ് ഉണ്ട്, അതും ഓണറുടെ ക്യാപിറ്റൽ തന്നെയല്ലേ. സോ അതാണ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം ഓണർ ഓൾറെഡി കൊണ്ടുവന്ന ബാലൻസ് എമൗണ്ടും അഡീഷൻ ചെയ്ത്, അഥവാ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഉള്ളതിൻ്റെ ബാലൻസ് എന്ന് പറയും, പുതുതായിട്ട് കൊണ്ടുവന്നതിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇനി ഇതേപോലെ ഓണർക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്, ഓണേഴ്സിന് സാലറി കിട്ടും, അതേപോലെ ബിസിനസ്സിൽ ലാഭം ഉണ്ടെങ്കിൽ ഇതും ഓണർക്കല്ലേ. സോ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ലാഭമാണെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓണർക്ക് മാറ്റി വെക്കുക, വീതം വെക്കുക എന്നാണ് പറയുക, അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. സോ വീതം വെക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടല്ലോ അല്ലേ, ബിസിനസ്സിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണിത്, ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഡീഷണലി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ബാലൻസിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് നമുക്ക് ഇൻട്രസ്റ്റ് തരും. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാമെന്ന് ബിസിനസ് നമ്മോട് പറയുന്നുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇങ്ങനെ നമ്മുടെ ക്യാപിറ്റലിൽ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് പലിശ തരാമെന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ ഡീഡിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും. എന്താ, ബിസിനസ്സിലുള്ള ഓൾറെഡി ക്യാപിറ്റൽ ബാലൻസ്, അതിന് പുറമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തുകയും, പിന്നെ നമ്മുടെ സാലറി, കമ്മീഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ കൊടുക്കാം, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നമ്മുടെ ലാഭത്തിൻ്റെ വിഹിതമായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. സോ ഈ ഐറ്റംസുകളാണ് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ വരിക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്താണ് വരിക, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്താ, ഒന്ന് ഡ്രോയിങ്സ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടല്ലോ ബിസിനസ്സിൽ, അത് പിൻവലിക്കുകയാണെങ്കിൽ ബിസിനസ്സിലെ ആ ഒരു ക്യാപിറ്റലല്ല കുറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു 10 ലക്ഷം ഇട്ടു അല്ലേ, ബിസിനസ് വലിയ രീതിയിൽ വളരാൻ വേണ്ടി ഒരു 10 ലക്ഷം ബിസിനസ്സിൽ ഇട്ടു. പെട്ടെന്ന് നമുക്ക് 2 ലക്ഷത്തിന് ആവശ്യം വന്നു. അപ്പോൾ ആ 10 ലക്ഷം നമ്മൾ എന്ത് ചെയ്തു, 2 ലക്ഷം എടുത്തു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ബാലൻസ് കുറയില്ലേ, അതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഡ്രോയിങ്സ്, നമ്മൾ പിൻവലിക്കുന്ന പൈസ എന്ത് ചെയ്യും, ബിസിനസ് എന്ന് കുറയും. അതേപോലെ ഈ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻവലിച്ച തുകൻ്റെ മുകളിൽ എന്തുണ്ടാകും, നമുക്ക് ഇൻട്രസ്റ്റ് അവരെന്ത് ചെയ്യും, ഈടാക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടൂലേ. അതേപോലെ നമ്മൾ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടുമല്ല, എന്ത് കൊടുക്കേണ്ടി വരും, നമുക്ക് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ബിസിനസ്സിന് പൈസ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, അതിന് പലിശ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി അഥവാ നമുക്കിവിടെ പ്രോഫിറ്റ് കാണിച്ചല്ലോ, നമ്മുടെ ബിസിനസ്സിൽ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലോസ് ആണെങ്കിൽ അത് ഇവിടെ എഴുതണം. എന്താണ്,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഷെയർ ഓഫ് ലോസ് ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ക്രെഡിറ്റ്സ് ആയിരിക്കും കൂടുതൽ, മോസ്റ്റ് പ്രോബബ്ലി ക്രെഡിറ്റ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം ഇവിടെയാണെന്ന് ഉണ്ടാവുക ബാലൻസ് എന്ന് പറയാം. അഥവാ ടോട്ടൽ ഇവിടെ എഴുതും, ഇവിടെ ബാക്കി എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, അഥവാ ഇവിടെ സൈഡ് കൂടുതലല്ല, അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ എഴുതിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ബാലൻസ് ആക്കും. ഇനി അഥവാ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മിക്കവാറും എന്തായിരിക്കും, നമ്മുടെ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ബാലൻസ് കൂടുതൽ സമയം ഇങ്ങനെ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഈ രീതിയിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? അനൂപ് സനൂപ് പാർട്ട്നേഴ്സാണ്. അവരുടെ ക്യാപിറ്റൽ അനൂപിന് 10 ലക്ഷം ഉണ്ട്, സനൂപിന് 15 ലക്ഷം ഉണ്ട് കേട്ടോ. അതേപോലെ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4:5 4:5 എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ഉണ്ടല്ലോ 9 ഷെയർ ഉണ്ട്. ആ 9 ഷെയറിനെ നമ്മൾ എന്ത് ചെയ്തു, 4 ഷെയർ ആർക്ക് കൊടുത്തു, അനൂപിന് കൊടുത്തു. സോ 4/9. 5 ഷെയർ ആർക്ക് കൊടുത്തു, സനൂപിന് കൊടുത്തു. അതെങ്ങനെ 9 കിട്ടിയത്? 4 + 5 9 അല്ലേ? അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ബിസിനസ്സിലുള്ള ക്യാപിറ്റലിലെ ഇൻട്രസ്റ്റ് 2 പേർക്കും 6%. അതേപോലെ തന്നെ നമ്മുടെ അനൂപിൻ്റെ ഡ്രോയിങ്സ് 20,000, സനൂപിന് 15,000. ഈ ഡ്രോയിങ്സിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് പിടിച്ചിട്ടുണ്ട് എത്ര? 2,000 ആർക്ക്, അനൂപിനും 1,500 സനൂപിനും. അനൂപിന് മാത്രം 25,000 സാലറി ഉണ്ട്. അനൂപിന് 2,000 കമ്മീഷനും സനൂപിന് 2,500 കമ്മീഷനും ഉണ്ട്. ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75,000 60,000 ആണ്. അതിൽ 75,000 ആർക്കാണ്? അനൂപിനും സനൂപിന് 60,000 ആണ്. സോ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? വളരെ സിമ്പിളാണ്. 2 കാര്യങ്ങൾ അല്ലേ, നമ്മുടെ ബിസിനസ്സിലെ ക്യാപിറ്റലിലെ ബാലൻസ് കുറയ്ക്കുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്താണ്, ഒന്ന് ഡ്രോയിങ്സ്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. സോ ഈ ഡ്രോയിങ്സും ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇത് രണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ എന്തൊക്കെയാണ്? ക്യാപിറ്റലിൻ്റെ ബാലൻസ്, സാലറി, കമ്മീഷന്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ എവിടെ എഴുതണം? നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. സോ വളരെ സിമ്പിളാണ്. നമുക്ക് 2 സൈഡ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 2 സൈഡ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 പേരുണ്ട്. സോ 2 പേർക്കും എന്തുണ്ടാവും? 2 സൈഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം അല്ലേ. സോ സിമ്പിൾ കാര്യമാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അനൂപ് സനൂപ് ഇതേ സൈഡാ, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇപ്പുറ സൈഡ് എന്താണ്? ഇതാണ് ഡെബിറ്റ് സൈഡ്. പർട്ടിക്കുലേഴ്സ് അനൂപ് സനൂപ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ്? നമ്മൾ അനൂപിൻ്റെയും സനൂപിൻ്റെയും ക്യാപിറ്റൽ ബാലൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. സോ ഫസ്റ്റ് ഇവിടെയും പർട്ടിക്കുലേഴ്സ് ചെയ്തില്ലല്ലോ. പർട്ടിക്കുലേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. കളർ ചെയ്തിട്ട് അനൂപിനെ ബാലൻസ് എങ്ങനെയാണ്? ബൈ ബാലൻസ് എത്രയാണ്? അനൂപിന് 10 ലക്ഷം ഉണ്ട് അല്ലേ. സോ 1 2 3 1 2 3 10 ലക്ഷമാണ് അനൂപിനുള്ളത്. സനൂപിനോ 15 ലക്ഷം ഉണ്ട്. സോ ഈ ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലേ. സോ അനൂപിൻ്റെയും സനൂപിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടോ? അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്താം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. സോ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ CPL ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പം ഇതിൻ്റെ ഈ 10 ലക്ഷത്തിൻ്റെ 6% എന്ന് പറയുന്നത് എത്രയാണ്? 10 ലക്ഷത്തിൻ്റെ 10% 1 ലക്ഷമാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ 6% എന്ന് പറയുന്നത് എത്രയാണ്? 60,000 രൂപ. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ഉണ്ടാവും? 60,000 രൂപ ഉണ്ട്. സനൂപിന് എത്രയാണ്? ഈ 15 ലക്ഷത്തിന് 6% എന്ന് പറയുന്നത് എത്രയാണ്? 90,000 രൂപ. എത്രയാണ്? 90,000 രൂപ. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയില്ലേ? 10 ലക്ഷം ഇൻറ്റു 6/100 അതാണ് എന്തുണ്ടാവുക? 60,000 എന്ന് പറയുന്നത്. ഇനി 15 ലക്ഷം ഇൻറ്റു 6/100 എത്രയാണ്? 90,000. നിങ്ങൾ കാൽക്കുലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഇനി അടുത്ത് എന്തുണ്ട്? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അതെവിടെ വേണം? നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് വേണ്ടത്. സോ ഫസ്റ്റ് എന്താണ്? ഡ്രോയിങ്സ് എത്രയാണ്? 20,000 അനൂപിനും 15,000 അല്ലേ സനൂപിന്? 15,000 സനൂപിനും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയുണ്ട്? 2,000 1,500 അല്ലേ. സോ 2,000 1,500 വന്നിട്ടുണ്ട്. പിന്നെ അപ്പം ഇത് രണ്ടും കഴിഞ്ഞു. ഇനി സാലറി ഉണ്ട്. സാലറിക്ക് എപ്പോഴും സൈഡ് അല്ലേ. സാലറി ആകെ ആർക്ക് മാത്രമേ ഉള്ളൂ? സാലറി നമ്മുടെ അനൂപിന് മാത്രമേ ഉള്ളൂ. എത്രയാണ്? 25,000 രൂപ അനൂപിന്. സനൂപിന് എന്താ? ഒന്നുമില്ല, സാലറി കൊടുക്കാൻ പറ്റൂല. കൊടുക്കാൻ എന്തില്ല? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. കമ്മീഷൻ 2,000 2,500 ഉണ്ട്. സോ ബൈ കമ്മീഷൻ 2,000 2,500 സനൂപിനും. അവസാനം പ്രോഫിറ്റ് അല്ലേ. അപ്പം എന്താ? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ? എത്രയുള്ളത്? 75,000 60,000. സോ 75
1,60,000. ഇനി നമ്മുടെ അവസാനത്തെ ഡ്യൂട്ടി ആയി എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. നമുക്കറിയാം ഇപ്പുറത്തെ സൈഡിനേക്കാൾ കൂടുതൽ ഇപ്പുറത്തെ സൈഡാണുള്ളത്. സോ ഇവിടെ നോക്കാം, 15,90,000, 16,50,000, 16,52,500 രൂപ, 16,52,500 രൂപ ഉണ്ട്. സോ ഇവിടെ ഉണ്ടാവും 10 ലക്ഷം, 10,60,000, 10,85,000, 10,90,000, 11,62,000, 11,62,000. സോ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തു. 11,62,000, ഇവിടെ 16,52,500. നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും കൂടുതലുള്ള ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യണം? ഇപ്പുറം സൈഡിൽ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? ഈ 16,500 എന്ത് ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യാം. സോ 16,500 ഈ ഒരു എമൗണ്ട് 16,52,500 എന്ത് ചെയ്യുക? നമ്മൾ 16,500 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 52,500 51 ആവും. 51, 41, 36. സോ 36,000. എങ്ങനെ? 16,36,000 ആകും. ഇപ്പോൾ എത്ര വരും? 22,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 62,000 22 കുറയ്ക്കുമ്പോൾ 11,40,000 വരും. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ടു ബാലൻസ്. അപ്പം എന്താണ് ഈ ഒരു എമൗണ്ട് എന്ന് ഈ ഒരു എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമ്മുടെ ക്യാപിറ്റൽ ടോട്ടൽ ആയിട്ടുള്ള 16,52,500 16,500 കുറയ്ക്കുമ്പം 16,36,000 കിട്ടുകയും 16,62,000 22,000 കുറയ്ക്കുമ്പം 11,40,000 കിട്ടുകയും ചെയ്യും. ഇതാണ് ഇവരെ ഈ ഒരു വർഷത്തെ ക്യാപിറ്റലിൻ്റെ ബാലൻസ്. തുടങ്ങുമ്പം 10 ലക്ഷമായിരുന്നു, കഴിയുമ്പം 11,40,000. സനൂപിന് 15 ലക്ഷമായിരുന്നു, കഴിയുമ്പോൾ എത്രയായി? 16,36,000. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. ഇത് വലിയ ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ഇത് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും എങ്ങനെ ക്വസ്റ്റൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ, ഓണം എക്സാമിന് ഓൾ ദ വെരി ബെസ്റ്റ്.